ഇത് ആരെങ്കിലും വെട്ടിലാകുകയോ വെട്ടിലാകാതിരിക്കുന്നതിൻ്റെയോ പ്രശ്നമല്ല. 2006 ജൂലൈയിലാണ് ശബരിമല വിവാദങ്ങൾ തുടങ്ങുന്ന ജയമാല ഉണ്ടായത്. അന്ന് തൊട്ട് ഇതിനു വേണ്ടി എൻ്റെ ജീവിതം ചെലവാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് കഴിഞ്ഞ 19 വർഷങ്ങളായി ആര് ശബരിമലയെക്കുറിച്ച് പോസിറ്റീവ് നിലപാടെടുത്താലും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം. അതായത് ആദ്യം പല ആൾക്കാർക്കും വിഷയം മനസ്സിലാവാത്തതുകൊണ്ട് BJPയും കോൺഗ്രസും CPM ഒക്കെ ശബരിമല യുവതി പ്രവേശനത്തിൽ ശരിയല്ലാത്തൊരു നിലപാടെടുത്തു. എന്നാൽ ആഴത്തിൽ കുറെ കൂടെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ എല്ലാവരും നിലപാട് മാറ്റി പോസിറ്റീവ്ലി വന്നു. അങ്ങനെ എടുത്താൽ പോരെ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പോലും ആദ്യം ആ അർത്ഥത്തിൽ ഒരു ശരിയല്ലാത്ത നിലപാട് എടുക്കേണ്ടി വന്നു. 4-1 എന്ന വിധിന്യായം വന്നു, മാറ്റി പോസിറ്റീവായ ഒരു സുപ്രീം കോടതി തന്നെ തങ്ങൾ നൽകിയ വിധിയെ ഇംപ്ലിമെന്റ് ചെയ്യാതെ ബാക്ക് ബേണർ എടുത്ത് കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെച്ചു. അത് പോസിറ്റീവായി എടുക്കല്ലേ വേണ്ടത്. ശശി തരൂർ സാർ, ശ്രീ രാഹുൽ ഗാന്ധി, നമ്മുടെ BJPയിലെയും RSSലെ ഒരുപാട് പേർ, CPMലെ ഒരുപാട് പേർ, അവർക്കെല്ലാം ഇന്ന് പോസിറ്റീവായ ശബരിമലയെ കുറിച്ചൊരു നിലപാടുണ്ടെങ്കിൽ ഭക്തരെന്ന നിലയിൽ നമുക്ക് സ്വാഗതം ചെയ്യാനല്ലേ കഴിയൂ. 2, NSSും SNDPയും, അതായത് CPMനോ BJPക്കോ കോൺഗ്രസിനോ അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷി രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ എടുക്കാം. പക്ഷേ സാധാരണ ഭക്തരോട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ്, മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമുക്ക് നല്ലൊരു സംഗമം നടത്തണം, ശബരിമലയെ ആഗോള തലത്തിലേക്ക് ഉയർത്തണമെന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് പറയാൻ പറ്റൂ? വേണ്ടാന്ന് പറയാൻ പറ്റൂ? നല്ല കാര്യമാണ്, ഞങ്ങളാൽ കഴിയുന്ന സഹകരണം തരാം എന്നല്ലേ പറയാൻ പറ്റൂ? അപ്പൊ ശബരിമലയിൽ ഇത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിജയിച്ചതല്ല. ചില ഉപാധി വെച്ചല്ലോ നിരുപാധികമായി പിന്തുണച്ചത് SNDP ആണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല അണിയറയിൽ എന്തൊക്കെ നടന്നുവെന്ന്. എന്തായാലും NSS വളരെ തുറന്ന രീതിയിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. രാഹുലിന് അറിയാമല്ലോ, ഇത്തരം ഇതിന്റെ സംഘാടനത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികൾ ആ സ്വഭാവത്തിലുള്ളവർ ഉണ്ടാകരുത് എന്ന് കൃത്യമായ ഉപാധി NSS വെക്കുകയുണ്ടായി. അത് പാലിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ അവിടെയാണ് ആദ്യം സംഗീത് കുമാർ സാർ കാര്യമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നീട് വിമർശനമൊക്കെ ഉണ്ടാകുന്നപ്പം സുവാനന്ദ സാർ ആ വിമർശനം കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്ത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞു. സർക്കാർ വിളിക്കുമ്പോൾ NSSനും SNDPക്കും KPMSനും മലേറിയർക്കും അല്ലാതെ വേറെ എന്ത് സമീപനം എടുക്കാൻ കഴിയുക? എനിക്ക് ഒരുപക്ഷെ അവിടുത്തെ സഖാവ് ജയിക്കിനോടും അതുവഴി ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, സമാനമായ അയ്യപ്പ സംഘടനകൾ വേറെയുണ്ട്. അയ്യപ്പ സേവാ സംഘമുണ്ട്. അവരുടെ ഇതുവരെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇനിയും വിളിക്കുമായിരിക്കും. അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം, ശ്രീ കുമ്മനം രാജശേഖരൻ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കാവി ധരിക്കാത്ത സന്യാസിയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരെയും കൂടെ ഇൻക്ലൂസീവ് ആക്കി നടത്തുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായി പോവും. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണ്ടല്ലേ നമുക്കൊരു കാര്യം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പോസിറ്റീവായ അയ്യപ്പ സേവാ സംഘവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ അന്നദാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിൽ എത്തുകയുണ്ടായി. പിന്നെ ദേവസ്വം ബോർഡ് തന്നെ, എന്റെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ രാഹുലിന് തിരുത്താം, ദേവസ്വം ബോർഡ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അത് വേണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഈ അയ്യപ്പ സേവാ സംഘമൊക്കെ അങ്ങ് പറയുന്നത് പോലെ നിഷ്കാമികളായിട്ടുള്ള ഭക്തർ മാത്രമൊന്നുമല്ല, അതിനും ഒരു അണിയറയുണ്ട്, അതിനകത്തുമുണ്ട് നീക്കങ്ങൾ, അതൊക്കെ ഉണ്ട്. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. പിന്നെ ഇനി അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അയ്യപ്പ സേവാ സംഘത്തേക്ക് അങ്ങ് മാറ്റി നിർത്തുക. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജയിക്ക് പറഞ്ഞെടുത്ത് നിൽക്കുകയല്ല കാര്യങ്ങൾ. ഉത്തരേന്ത്യയിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, അവർക്ക് മാത്രമല്ല ക്ഷണം പോയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലേക്ക് ക്ഷണം പോയിട്ടുണ്ട്, ഗോവയിലേക്ക് ക്ഷണം പോയിട്ടുണ്ട്. അവിടെയൊക്കെ ആരാ മുഖ്യമന്ത്രിമാര്?